ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാങ്കേതിക ലോകത്തെ ആകെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് മനുഷ്യന്റെ സഹായമില്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സ്വയം പുനർനിർമ്മിക്കാനും അതിന്റെ അടുത്ത തലമുറയെ വികസിപ്പിക്കാനും സാധിക്കുമെന്ന വെളിപ്പെടുത്തലുമായി പ്രമുഖ AI കമ്പനിയായ ആന്ത്രോപിക്. പ്രശസ്ത AI മോഡലായ ക്ലൗഡിന്റെ നിർമ്മാതാക്കളാണ് ആന്ത്രോപിക്. AI സിസ്റ്റങ്ങൾ പൂർണ്ണമായും സ്വയം മെച്ചപ്പെടുത്തുന്ന റിക്കഴ്സീവ് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന ഈ ഘട്ടം AIക്ക് മേലുള്ള മനുഷ്യന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടാനിടയാക്കുമെന്നും കമ്പനി മുന്നറിയിപ്പ് നൽകുന്നു. ഈ ആശങ്ക വെറും ഒരു അനുമാനമല്ലെന്ന് വ്യക്തമാക്കുന്ന ചില കണക്കുകളും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട്. 2026 മെയ് മാസത്തെ കണക്കനുസരിച്ച് ആന്ത്രോപിക്കിന്റെ മാസ്റ്റർ സോഫ്റ്റ്വെയർ കോഡുകളിൽ 80% എഴുതിയിരിക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് അവരുടെ AI മോഡലായ ക്ലൗഡ് തന്നെയാണ്. ആവശ്യത്തിന് കമ്പ്യൂട്ടിംഗ് പവർ ലഭിച്ചാൽ മനുഷ്യന്റെ യാതൊരു ഇടപെടലുമില്ലാതെ സ്വയം പിൻഗാമിയെ രൂപകൽപ്പന ചെയ്യാനും വികസിപ്പിക്കാനും AIക്ക് സാധിക്കും. ശാസ്ത്രം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ വലിയ പുരോഗതി കൊണ്ടുവരാൻ സ്വയം വികസിക്കുന്ന AIക്ക് സാധിക്കുമെങ്കിലും ഇതിൻ്റെ സുരക്ഷയും മേൽനോട്ടവും ഉറപ്പാക്കുകയെന്നത് അതീവ സങ്കീർണമായ ദൗത്യമായിരിക്കുമെന്ന് ആന്ത്രോപിക് മുന്നറിയിപ്പ് നൽകുന്നു. തമിഴക വെற்றிക്കഴകം അധ്യക്ഷനും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ നടൻ വിജയുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് തടയിടാൻ BJPയുടെ തന്ത്രപരമായ നീക്കമെന്ന് റിപ്പോർട്ട്. വിജയുടെ ഭാര്യ സംഗീത സ്വർണലിംഗത്തെ BJP പാളയത്തിലെത്തിക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ നടക്കുന്നതായാണ് ചെന്നൈയിൽ നിന്നുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രമുഖ നടിയും BJPയുടെ മുതിർന്ന നേതാവുമായ ഒരാളാണ് സംഗീതയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾക്ക് പിന്നിലെന്നാണ് വിവരം. വിജയുമായി ഏറ്റവും വ്യക്തിപരമായ ബന്ധമുള്ള ഒരാൾ എതിർചേരിയിലെ പ്രമുഖ പാർട്ടിയിൽ ചേരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് കരുതുന്നു. നിലവിൽ വിജയുടെയും സംഗീതയുടെയും 2 മക്കളും അമ്മയ്ക്കൊപ്പമാണ് കഴിയുന്നത്. ഇന്ത്യ സഖ്യയോഗം ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ച DMKയുടെ അടുത്ത രാഷ്ട്രീയ നീക്കങ്ങളെ ചുറ്റിപ്പറ്റി ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആകാംക്ഷയേറുന്നു. പ്രതിപക്ഷ സഖ്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് വീണ്ടും സജീവമാകാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് BJP പാളയത്തിലേക്ക് കൂടുമാറണമോ എന്ന കാര്യത്തിൽ DMK നേതൃത്വത്തിൽ ഭിന്നത രൂക്ഷമാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ NDA സഖ്യത്തിലേക്ക് നീങ്ങാൻ ആലോചിക്കുന്ന DMKക്ക് ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRCPയുടെ തകർച്ച ചൂണ്ടിക്കാട്ടി കടുത്ത മുന്നറിയിപ്പ് നൽകുകയാണ് കോൺഗ്രസ്. കർണാടകയിൽ അധികാരമേറ്റ പുതിയ DK ശിവകുമാർ സർക്കാരിന് വൻ തിരിച്ചടി നൽകിയ മന്ത്രി രാമലിംഗ റെഡ്ഡി ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. ബുധനാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്ത റെഡ്ഡി വകുപ്പ് വിഭജനത്തിലെ അസംതൃപ്തിയെ തുടർന്നാണ് വെള്ളിയാഴ്ച രാജി സമർപ്പിച്ചത്. തനിക്ക് ബംഗളൂരു വികസന വകുപ്പ് നൽകാമെന്ന് DK ശിവകുമാർ നേരിട്ട് ഉറപ്പ് നൽകിയിരുന്നതായും എന്നാൽ പിന്നീട് താല്പര്യമില്ലാത്ത ജലസേചന വകുപ്പാണ് തനിക്ക് നൽകിയതെന്നും രാമലിംഗ റെഡ്ഡി കുറ്റപ്പെടുത്തി. ഇനി ബംഗളൂരു വികസന വകുപ്പ് തിരികെ നൽകിയാൽ പോലും സ്വീകരിക്കില്ലെന്നും വെറും ഒരു MLA ആയി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത്ത് ദീപ്ഖയുടെ ഭാവി ഉടനറിയാം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഞായറാഴ്ച നടക്കാനിരിക്കുന്ന വൻ പ്രക്ഷോഭത്തിന് മുന്നോടിയായി അഭിജിത്ത് ദീപ്ഖെ നാളെ ഡൽഹിയിലെത്തുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളും രാജ്യത്തെ യുവജനങ്ങളും കടുത്ത ആകാംക്ഷയിലാണ്. വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന നിമിഷം തന്നെ താൻ അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കുമെന്ന് അഭിജിത്ത് ദീപ്ഖെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തനിക്ക് വധഭീഷണികളുണ്ടെന്നും അറസ്റ്റിന് ഭയമില്ലെന്നും വ്യക്തമാക്കിയ അദ്ദേഹം ജനാധിപത്യം സംരക്ഷിക്കാൻ ജയിൽവാസത്തിന് വരെ തയ്യാറാണെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വൻ ജനക്കൂട്ടമെത്തിയാൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ തന്നെ സ്വീകരിക്കാൻ അണികളാരും എത്തരുതെന്ന് അദ്ദേഹം പ്രത്യേകം അഭ്യർത്ഥിച്ചിരുന്നു. CPM നേതൃത്വത്തിനെതിരെ അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ വിനോദിനി കോടിയേരി ഉന്നയിച്ച വിമർശനങ്ങളിൽ പ്രതികരണവുമായി EP ജയരാജൻ. വിനോദിനിയുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ലെന്നും ഇക്കാര്യം അവരോട് തന്നെ ചോദിക്കണമെന്നും EP മാധ്യമങ്ങളോട് പറഞ്ഞു. താൻ ആരെയും അവഗണിക്കാറില്ല, തങ്ങൾക്കാരെയും അവഗണിക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. CPMന്റെ ഉന്നത നേതൃത്വം അവഗണിക്കുന്നുവെന്നും കോടിയേരിയുടെ മരണശേഷം തങ്ങളെ നേതാക്കൾ തിരിഞ്ഞുപോലും നോക്കിയില്ലെന്നുമായിരുന്നു വിനോദിനിയുടെ വെളിപ്പെടുത്തൽ. ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾക്ക് കളർ ഡ്രസ് അനുവദിക്കുന്നത് പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീന്റെ നിലപാടിനെ എതിർത്ത് KSU രംഗത്ത്. ഇത് കുട്ടികൾക്കിടയിൽ വേർതിരിവിന് കാരണമാകുമെന്നും നടപ്പാക്കാൻ പാടില്ലെന്നും KSU നേതൃത്വം മന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടി. എല്ലാവരും തുല്യരെന്ന സ്വയംബോധമാണ് യൂണിഫോമുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. അതില്ലാതാക്കുന്നതാണ് പുതിയ നീക്കം. കളർ ഡ്രസ് അനുവദിക്കുന്നതിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ബുദ്ധിമുട്ടിലാക്കും. KSU സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് ആൻ സെബാസ്റ്റ്യനാണ് മന്ത്രിക്ക് നിവേദനം നൽകിയത്. രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന അഭ്യൂഹങ്ങൾക്ക് ഒടുവിൽ അന്തിമ വിരാമം. തമിഴ്നാട് BJP മുൻ അധ്യക്ഷനും പാർട്ടിയുടെ ജനപ്രിയ മുഖവുമായ K അണ്ണാമലയുടെ രാജി BJP കേന്ദ്ര നേതൃത്വം ഔദ്യോഗികമായി അംഗീകരിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം പാർട്ടി വിടുമെന്ന വാർത്തകൾ പ്രചരിച്ചിരുന്നു.
മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലൈ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BL സന്തോഷ് എന്നിവരുമായി നിർണായക കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാജി ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം. അണ്ണാമലയുടെ അടുത്ത രാഷ്ട്രീയ നീക്കം എന്തായിരിക്കുമെന്നാണ് ഇപ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത്. കഴക്കൂട്ടത്ത് 2 ഇടങ്ങളിലായി നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, വിദേശ മദ്യം എന്നിവ പിടികൂടി. കഴക്കൂട്ടം CSI മിഷൻ ആശുപത്രിക്ക് സമീപം ഇന്ന് പുലർച്ചെ കാറിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് സിറ്റി ഡാൻസ് ഓഫ് ടീം പിടികൂടിയത്. കാറിലുണ്ടായിരുന്ന കൊല്ലം കൊട്ടയം സ്വദേശി പ്രവീണിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയത്. ഇതോടുകൂടി വാർത്തകൾ അവസാനിച്ചു. നന്ദി. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.